മരത്തിന്റെ എല്ലാ ചപ്പ് ചവറൊക്കെ വണ്ടിന്റെ മുകളിലാണ്. ഇത് ഇങ്ങനെ വെച്ചാൽ കാണൂല, ആർക്കെങ്കിലും മെസ്സേജ് ചെയ്താൽ ഇങ്ങനെ വെച്ചാലും കാണൂല മെസ്സേജ് ചെയ്താൽ. എല്ലാം ഇങ്ങനത്തെതാണ് വേണ്ടത്. ഇതിക്ക് എത്ര? 350. ഉമ്മക്ക് ഷുഗർ ഇല്ല. ഉമ്മക്ക് ഷുഗർ ഇല്ലല്ലോ അമ്മ? ഷുഗർ ഇല്ല, നിങ്ങൾ പറയുന്നല്ലേ അത് ഷുഗർ. ആഫ്റ്റർ എ ലോങ് ടൈം ആണ് കേട്ടോ നമ്മൾ റിക്ഷയിൽ 50 രൂപ കൊടുത്ത റിക്ഷയ്ക്ക് പോകുന്നത്. കഞ്ചൂസ് നോക്കുന്നു. വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികളൊക്കെ വീട്ടിൽ വിട്ടിട്ട് ഏട്ടത്തിനൊക്കെ വീട്ടിൽ വിട്ടിട്ട് ഞാനും ഉമ്മ എൻജോയ് ചെയ്യാൻ പോകുന്നല്ല കേട്ടോ. ഒരുപാട് പണിയുണ്ട് ഇന്ന്. നമുക്ക് കാറൊക്കെ വാഷ് ചെയ്യണം, പിന്നെ കുറച്ച് എൻ്റെ മൊബൈലിൽ ടെമ്പർ ഗ്ലാസ് പോയിട്ടുണ്ട്, അതൊന്ന് എടുക്കണം, പിന്നെ ബാക്കിലത്തെ ഗ്ലാസ്, അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട്. പിന്നെ ഞാൻ ഒരുപാടൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു പണികളാണ്. അപ്പോൾ പുറത്തുനിന്ന് ഞാൻ ഉമ്മ പോയ ആ ഡേയ്സിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാ. അപ്പോൾ വണ്ടിയിലത്തെ അവസ്ഥ കണ്ടില്ല ഗൈസ്. 2 ദിവസം ഇവിടെ ഞാൻ വണ്ടി വെച്ചിട്ട് പാർക്കിംഗ് ചെയ്തിട്ടില്ലായിരുന്നു, വെച്ചിട്ട് ആകെ പൊടിച്ചിട്ടാണ്. അതാണ് ഉമ്മക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്നത്. പിന്നെ ഇത് ഗ്ലാസ്സൊക്കെ ചെയ്യുന്നില്ല, വയ്ക്കുന്നു. അതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലത്തെ സാധനം ഇതായിരിക്കണം. എന്താ ചെയ്യുക, ഇതാണ് ബുദ്ധിമുട്ടാവുള്ളൂ. ഉമ്മക്കിപ്പോൾ ഈ വണ്ടി നോക്കിയാലുണ്ടല്ലോ, ഉമ്മ ഈ വണ്ടി കണ്ടാലുണ്ടല്ലോ ഉമ്മക്ക് പ്രഷർ വരും. എൻ്റെ അടുത്താണ് ദേഷ്യം പിടിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ട്, വീട് തപ്പുന്നുണ്ട്. അപ്പോൾ ആരാരെ ഭിത്തിൽ നമ്മളാണ് വണ്ടിയൊക്കെ വെച്ചിട്ടുള്ളത്. നമുക്കും ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ വാഷ് കൊടുത്ത് വന്നിട്ട് കവർ ഇടണം. കവറാണെങ്കിൽ കവറിൻ്റെ മുകളിലായിട്ടുണ്ടാവും. ഇത് ഞാൻ കവറൊക്കെ ഇടാതെ പോയതല്ല, വാഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. മരത്തിൻ്റെ എല്ലാ ചപ്പ് ചവറൊക്കെ വണ്ടിൻ്റെ മുകളിലാണ്. അതാണ് പ്രശ്നമാവുന്നത്. നോക്കൂ, ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിയും കാണുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. പിന്നെ സങ്കടമാണ്, ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ കാറൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്രയായാലും പേര് പറയുന്നത് എനിക്ക് തന്നെയാണ്. ഞാൻ കെയർ ചെയ്യുന്നില്ല, നന്നായി സൂക്ഷിക്കുന്നില്ല എന്നുള്ളത്. പുറത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യും. ഇത് ആരാറ് വീട്ടിലത്തെ പുറത്തൊന്നും നമുക്കൊരു മാതിരി ഒരു ഇതുപോലെയാണ്. എന്തായാലും നമുക്കിന്ന് കാർ വാഷ് കൊടുക്കാം. ഇതാണ് എത്ര പൈസ പോയാലും പ്രശ്നമില്ല. എന്നാണ് കേട്ടോ കാറിൻ്റെ എല്ലാ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. അവരാരും ഡിപ്പെൻഡ് ചെയ്യാറില്ല. വീട്ട് പെട്രോളൊക്കെ വയ്ക്കുന്നതൊക്കെ പെട്രോളും കഴിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും ഫുൾ ടാങ്ക് ആക്കി വയ്ക്കും പെട്രോൾ ആവശ്യത്തിന്. അപ്പോൾ ഒന്ന് പെട്രോളൊന്ന് വരുമ്പോൾ തന്നെ ഫുൾ ടാങ്കെല്ലാം ആക്കി വയ്ക്കാം. നല്ല റഷാണ് കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് ലോറി അത് ഇതൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് ചോദിക്കാം എപ്പോഴാവുന്നു. അതെ, ഇത് വാഷ് അപ്പോൾ ആ വാഷ് കൊടുക്കാണ് തട്ടാ. ഫുള്ള് ലോറിയൊക്കെ വാഷ് ആക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൈം എടുക്കും അത്രേ. അവരത് 2-3 കാറ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വരാമെന്ന്. വരക്കല്ല, ഞങ്ങൾ ഗേറ്റിൽ തട്ടിയിട്ട് ഇതായിട്ട് പിൻസിന് തിങ്കളാഴ്ച ബോഡി ക്ലിയർ ഒക്കെ ഉണ്ടാകും. കാറൊക്കെ കൊടുത്തിട്ട് നേരെ എവിടെ പ്ലാനെന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിക്കൊന്നു ഞാനപ്പോൾ മൊബൈലിൻ്റെ കയ്യിലുണ്ടാ മൊബൈൽ തന്നെയാണിക്ക് അത് മൊബൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ. നോക്കാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് എവിടെ ഉണ്ടാവില്ല, ആവശ്യമില്ലാത്ത സമയത്ത് ഇഷ്ടംപോലെ മൊബൈൽ ഷോപ്പാണ്. ഫ്രൈഡേ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ആയതൊന്നും എനിക്കറിയില്ല കേട്ടോ. പോകുന്നുണ്ട് വാക്കായിട്ട്. ഉമ്മ അത് മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് ഡോക്യുമെൻ്റ് പിടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്, ടയർഡാവുന്നുണ്ട്. കവറ് ഉമ്മാൻ്റെ ഡോക്യുമെൻ്റ് കയ്യിൽ പിടിക്കാൻ കവർ വേണം. പോയതാ ഓരോ കവർ എടുക്കാൻ തന്നെ ഓരോരോ മിനിറ്റ്സ് ആക്കുന്ന കേട്ടോ. ഞാനിത് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊറിഞ്ഞ വെയിലാണ് കേട്ടോ ഗൈസ്. പൊറിഞ്ഞ വെയിലെന്ന് പറഞ്ഞ് പൊറിഞ്ഞ വെയിലാണ്. ഒരു നിമിഷം മതി ഇവിടുന്ന്. ഇത്രയും ഞാൻ മാസ്ക് ഇട്ട് വരണമായിരുന്നു. എപ്പോഴും ഞാൻ മാസ്ക് ഇടുന്നു, ഇന്ന് മാസ്ക് ഇടാതെ വന്നു. അതാണ് പ്രശ്നമായത്. അപ്പോൾ നമ്മളെ മാംഗ്ലൂരിൽ നിന്ന് BC റോഡ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു മൊബൈൽ ഷോപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. എപ്പോഴും ഒരു മൊബൈൽ ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മൊബൈൽ ഷോപ്പില്ല. എന്താ ചെയ്യാം? ഐസ്ക്രീം പാർലറുണ്ട്. നമുക്ക് ഐസ്ക്രീം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഐസ്ക്രീം തിരിപ്പിക്കുക അല്ലേ, ഡയറ്റ് ഐസ്ക്രീം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇവിടെ മൊബൈൽ ഷോപ്പുണ്ട്. iPhone 15 ടെമ്പർ ഗ്ലാസ് ഉണ്ട്. അതുണ്ട് കേട്ടോ. ഫൈനലി
ഇവിടെ നിന്ന് കിട്ടി. ഉമ്മ എൻ്റെ മൊബൈലോടുന്നു ಐಡಿಯಲ್ ಐಸ್ ಕ್ರೀಮ್ ಮಾಡಿ ಫೈನಲ್ ಇದೆ. എൻ്റെ മൊബൈൽ വെച്ച് സ്റ്റൈൽ നോക്കുക. ഇത് ഇതിൻ്റെ ഉള്ളിലോ ആ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ മൊബൈൽ നല്ലത് വീഴാൻ പാടില്ല എന്ന് സൂക്ഷിച്ച് വയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ സൂക്ഷിച്ച്. ഇവിടെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹെൽമെറ്റ് ഒക്കെ ഉള്ള ഷോപ്പാണ്. എനിക്കെന്തിനാ ഹെൽമെറ്റ് എൻ്റെ അടുത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പ്രൈവസി ഗ്ലാസ് ഇട്ടാലോ ഒന്ന് നിൽക്കുന്നതിനാ. നമ്മളെ മൊബൈലെല്ലാം നിൽക്കാനല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് അപ്പോൾ ഒന്നും കാണില്ല. ഇത് ഇങ്ങനെ വെച്ചാൽ കാണില്ല. ആർക്കെങ്കിലും മെസ്സേജ് ചെയ്താൽ ഇങ്ങനെ വെച്ചാലും കാണില്ല. മെസ്സേജ് ചെയ്താൽ എല്ലാം ഇങ്ങനത്തതാണ് വേണ്ടത്. ഇതിക്ക് എത്ര? 350 ആണ് എത്ര. അത് വേണ്ട. എൻ്റെ ഉമ്മ ഞാൻ മൊബൈൽ എന്താക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കി നോക്കും. അപ്പോൾ ഉമ്മാൻ്റെ പോലത്തെ ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു പ്രൈവസി ഇടണം. 360 പ്രൈവസി ഇടാം. എനിക്ക് ലൈറ്റായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യല്ലേ. അപ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ട് കാണും. ഇങ്ങനെയുള്ളത് ഇട്ടില്ലെങ്കിൽ ഞാൻ ബസ്സിലൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ ഇങ്ങനെ ആർക്കും നമ്മൾക്കൊരു പേഴ്സണലായിട്ട് ഫോട്ടോസൊക്കെ അയക്കാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഫാമിലി ആവട്ടെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. ആ സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ മൊബൈൽ നിൽക്കൽ ഇടി ലോക ഫുൾ ഐഫോണിൻ്റെ ആ ഒരു പ്രൈവസി ഇല്ലാത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇതന്നെ മതി. കാരണം ഇത് ഇങ്ങനെ തിരിച്ചാലും കാണില്ല, ഇങ്ങനെ തിരിച്ചാലും കാണില്ല. നമുക്ക് മാത്രമാണ് കാണുന്നത്. ഉമ്മനെ ഇറക്കാൻ വേണ്ടി പറഞ്ഞത്. ഉമ്മ ഇപ്പൊക്കെ കേട്ട് നിൽക്കും. അവിടെ പോയിട്ട് ഇളകും. പൊക്കടുള്ള സത്യമാണ് പറഞ്ഞത്. പിന്നെ മൊബൈൽ ഉണ്ടോ കോഡുണ്ടോ കാട്ടിയും കൊന്തോ ടെമ്പർ ഗ്ലാസ് ഇട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടോ. ഇങ്ങനെ ആക്കിയാൽ കാണൂല, ഇങ്ങനെ ആക്കിയാലും കാണൂല. കണ്ടില്ലേ? സേഫാണ്. ഇങ്ങനെ ഉണ്ട്. ഇതിലുണ്ടല്ലേ ടെമ്പർ ഗ്ലാസ് 16 ഉണ്ടാ? ഇതിലുണ്ട്. ഇപ്പം എൻ്റെ മൊബൈൽ ഇങ്ങനത്തേതാണല്ലോ. ഇത് ഇങ്ങനെ വെച്ചാലും കാണും, അല്ല ഇങ്ങനെ ആക്കിയാലും കാണും, ഇങ്ങനെ ആക്കിയാലും കാണും, ഇങ്ങനെ ആക്കിയാലും കാണും. അതാണ് ഇത് സേഫ്. ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് നീ അല്ലേ പറഞ്ഞ് ഐസ്ക്രീം തിന്നാനുണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളില്ല. അപ്പം നമ്മൾ ഐഡിയൽ ഐസ്ക്രീം വന്ന് ഇവിടെ ഉണ്ടോന്നറിയില്ല. ഇല്ല ഐസ്ക്രീം ഇതിയാ ഐസ്ക്രീം കഴിക്കാനോ നമ്മളിങ്ങനെ വരുന്ന ആൾക്കാർ വന്നതാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകാതിരിക്കില്ലല്ലോ. എല്ലാവരും കൂട്ടി വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം 1 hour ഇവിടെ നിൽക്കണമായിരുന്നു. പക്ഷെ അവിടെ 2-3 വണ്ടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് 1.5 hours മതിയാവില്ല. വണ്ടി കഴുകിയിട്ടില്ലാകുമ്പോൾ രാത്രി 6 to 7 o'clock ആവുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം നേരെ വീട്ടിൽ പോകണം. പിന്നെ പറ്റുന്നെങ്കിൽ ഒരു 5 o'clock ഈവനിങ് വരും. ഇല്ലെങ്കിൽ നാളെ തന്നെ വന്നിട്ട് കളക്ട് ചെയ്യാം. ഈവനിങ് വരാമല്ലേ 6 o'clock വരുന്നെങ്കിൽ ഈവനിങ് വന്ന് കളക്ട് ചെയ്യാം. അതോ ടെൻഷൻ മാറുമല്ലോ വണ്ടി കളക്ട് ചെയ്താൽ. രാവിലെ വരെ വർക്ക് വരൂലേ വണ്ടി എന്തായോ എന്തോ എന്നുള്ളത്. ടെൻഷനാവും ഗാഡി. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് എന്തെങ്കിലും ഐസ്ക്രീം കഴിച്ചിട്ട് സോഡ സർബത്ത് കഴിച്ച് പോകും. പൂതിയായിരുന്നു. ഉമ്മക്ക് വേണ്ടിയല്ല കേട്ടോ. ദിൽഖുഷ് ഉണ്ട് 150 രൂപ. ദിൽഖുഷ് എടുക്കാം. പിന്നെ ഐഡിയൽ ഐസ്ക്രീമിൻ്റെ വരെ എത്ര ഇതില്ല കേട്ടോ. സ്വീറ്റൊന്നും ഇല്ല അങ്ങനെ നോക്കിയ പോയാൽ. പിന്നെ ഡയറ്റ് ഐസ്ക്രീം ഉണ്ടോ എന്ന് ചോദിക്കാതെ. പാനിപ്പൂരി ഉണ്ട്, മസാലപ്പൂരി ഉണ്ട്, സേവ്പൂരി ഉണ്ട്, ദാഹിപ്പൂരി ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നോക്കാം. കോഫി ഉണ്ട് ഗൈസ്. കോഫി ഞാൻ ഒരു ബിസിയാക്കാം. നിങ്ങൾ കോഫിയും ദാഹിപ്പൂരി തിന്നുങ്ങൾ. രണ്ട് കോഫിയും ദാഹിപ്പൂരി തിന്ന് പോവാം. കോഫിയും ദാഹിപ്പൂരി കണ്ടോ ഗൈസ്. ഞാൻ പറഞ്ഞു കോഫിയും ദാഹിപ്പൂരി കഴിച്ച് പോവാ. പിന്നെ 2 സോഡ സർബത്ത് പറഞ്ഞിരിക്കണല്ലോ. നയിക്കും പറഞ്ഞു വേണ്ട ഐസ്ക്രീം വേണ്ടി മതിയില്ല. എന്താ ചെയ്യാ പറയാം. ನಮಗೆ 2 ದಿಲ್ಖುಷ್ ಕೊಡಿ. ದಿಲ್ಖುಷ್ പറഞ്ഞു നോക്കട്ടെ ഇന്നൊരു ദിവസം. പിന്നെ ഡയറ്റ് പറയുന്നുണ്ട്. ഇന്ന് രാത്രിയിലത്തെ ദിവസം പറയില്ല. ഫുള്ള് ഫുഡ് ചെയ്യാൻ കേട്ടോ. ടെൻഷൻ കയറുമ്പോൾ ഫുൾ ഫുഡ് ചെയ്യാം. കണ്ട ഗൈസ് ഒരു സെക്കൻഡിൽ തന്നെ സോഡ സർബത്ത് കുടിച്ച് കഴിഞ്ഞു. ഞാൻ ആർക്കും മെസ്സേജ് ആക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ ചെയ്താലും കാണില്ല, ഇങ്ങനെ ചെയ്താലും കാണില്ല, ഇങ്ങനെ പിടിച്ചാലും കാണില്ല. എൻ്റെ മാത്രമേ നിങ്ങൾ കാണുമായിരിക്കും. അതമ്മ
ಅಲ್ಲಮ್ಮ ಎಲ್ಲ ದನಿಮಾರಿಗೆ ಉಂಟು ಅಲ್ಲೇ ಮಗು ಗೊಂತಿಲ್ಲ ಎಲ್ಲ ದನಿಮಾರಿಗೆ ಉಂಟು ಅಲ್ಲೇ ಮಗುವಿಗೆ ಉಂಟು ഒരേ പ്രശ്നമാണ് ഗൈസ് ഈ ഒരു ഐഫോണിൻ്റെ പാസ്വേഡ് ഉണ്ട് ഫേസ് ലോക്ക് ഇട്ടാൽ ഇങ്ങനെ കവർ ഇട്ടാലൊന്നും ഫേസ് ലോക്ക് വെക്കണം അങ്ങനെയാണ് കൂടുതലായിട്ട് മാസ്കും മറ്റിങ്ങനെ ഹെയർ കവർ ഇങ്ങനെ വിട്ട് വരുന്നത് അപ്പോൾ മാസ്ക് എടുത്താൽ ജസ്റ്റ് ഇങ്ങനെ ഫേസ് ലോക്ക് ആക്കിയാൽ മതി ഇത് നോക്കുമ്പോൾ ഓപ്പൺ ആവില്ല ആയിട്ടില്ല അപ്പോൾ തന്നെ ഇതിൽ കുഷി വന്നു കഴിഞ്ഞു പെട്ടെന്നാണ് ഇല്ലെങ്കിൽ എത്ര അരമണിക്കൂർ 3/4 മണിക്കൂർ കാക്കണം എവിടെ പോയാലും കണ്ട കഴിക്കുന്നത് ഇതിപ്പോൾ കഴിക്കുന്നത് നോക്കിയിട്ട് എൻ്റെ ഏട്ടത്തിസ്റ്റ് വ്ളോഗ് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫൈറ്റ് ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം കഴിച്ച് ഞങ്ങളെ വിട്ട് വന്നിട്ടുണ്ട് കഴിക്കാം മേ ബി അവർ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഇട്ടിട്ട് പക്ഷെ ഐഡിയലല്ലേ നല്ല ടേസ്റ്റാണ് മൊയ്സിനെ മിസ്സാക്കുന്നുണ്ട് മൊയ്സിനെ കഴിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കേട്ടോ ഐസ്ക്രീം അല്ല കോൾഡുമ്മ കഴിച്ചു അതിനിപ്പോൾ ഐസ്ക്രീം നീ അല്ല ആദ്യമായി കഴിച്ചത് എൻ്റെ ദൂർപ്പിട്ടിട്ട് ഞാൻ ഐസ്ക്രീം എടുത്തതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമാണ് കേട്ടോ ഞാനിപ്പോൾ വെയിറ്റ് പോകുന്നത് കൊണ്ടാണ് ഐസ്ക്രീം ഒക്കെ വിട്ടത് ഉമ്മണത് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ നാളത്തെ ലോകിൽ എൻ്റെ ഏറ്റത്തിൽ നോക്കിയാണല്ലോ അതിന് പ്രശ്നം ഉമ്മ പറയും ഇതൊക്കെ വീഡിയോ ഇടണ്ടെന്ന് ഉമ്മ ഇത് നാളത്തെ വ്ളോഗ് ഇടണ്ടേ ഞാൻ ഉമ്മയോട് ഒന്നേ പറയല്ലോ ഉമ്മ ഫീവർ വന്നാലുണ്ടല്ലേ ഉമ്മ വൊമിറ്റാക്കും ഉമ്മ ഫീവർ വന്നാൽ വൊമിറ്റാക്കും ആകെ ബോഡി വീക്കാവും ആ സമയത്ത് എന്താക്കും നമ്മൾ നേരെ ഇവിടെ പോകും ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും ഷുഗർ ഹൈ ആണെന്ന് അപ്പോൾ നാളെല്ലാവരും ഐസ്ക്രീം കഴിച്ചെടുക്കും നോക്കി പറയും ഉമ്മ ഷുഗർ ഉള്ളത് കൊണ്ടാണ് ഫുള്ള് കഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചതാണ് എനിക്ക് ജീവിക്കുന്ന കേസ് നീ പറയുന്നതുള്ള പുപ്പേ എനിക്ക് പേടിയാണ് ഉമ്മ ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ ഉമ്മ ഉണ്ടല്ലോ കഴിച്ചത് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ആക്കുമ്പോൾ അല്ല ഇങ്ങനെ വേണ്ടിട്ട് ഞാനിങ്ങനെ ചൊല്ലുമ്പോൾ ഷുഗർ ചൊല്ലുമ്പോൾ ഡോക്ടർ എല്ലാവരും പോയാലും ഫസ്റ്റ് ഷുഗർ ആൻഡ് BP ചെക്ക് ചെയ്യാൻ പറയുന്നതാണ് അത്ര അപ്പോൾ പറയുന്നത് ഇത് ബിസിനസ് ആണ് എന്ത് ബിസിനസ് ടാബ്ലറ്റ് ബിസിനസ് എനിക്ക് ചിരി വരും സംടൈംസ് ഒരു ദിവസം ഡോക്ടറുടെ മുമ്പിൽ തന്നെ പറയുന്നത് ഇത് ബിസിനസ് അവരുടെ ബിസിനസ് എന്ത് ബിസിനസ് ഇവർ കമ്മീഷൻ കിട്ടും ഡോക്ടേഴ്സിന് എന്തിനാ അവർ ടാബ്ലറ്റ് എല്ലാവർക്കും എന്താ ഷുഗർ എല്ലാവർക്കും എന്താ കോടികളാക്കിക്കണത്രേ ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഒക്കെ കഴിപ്പിച്ചിട്ടാണ് ഞാനിങ്ങനെ നോക്കി ഒരു ദിവസം കണ്ണിൻ്റെ അത് കാണിക്കാൻ പോകുമ്പോൾ ഡോക്ടർ പറയും ഞാൻ ഡോക്ടറാണ് ഉമ്മനോട് പറയാം ഞാൻ ഡോക്ടറാണ് ഫൈനലി കണ്ണിൻ്റെ ഡോക്ടറിനോട് ഉമ്മക്ക് ദേഷ്യം പിടിച്ചതാണ് ഉമ്മ വിചാരിച്ചു കണ്ണിൻ്റെ ഡോക്ടർ കണ്ണിൻ്റെത് മാത്രം നോക്കും ഷുഗറിൻ്റെ തന്നെ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചോദിച്ചു ഇന്ന് ഷുഗർ ടെസ്റ്റ് ആക്കുന്നു അങ്ങനത്തെ ഒക്കെ അവസ്ഥ അപ്പോൾ ഉമ്മക്ക് ഷുഗർ ഇല്ല ഉമ്മനിക്ക് ഷുഗർ ഇല്ലല്ലോ ഉമ്മ ഷുഗർ ഇല്ല ഞങ്ങൾ പറയുന്നത് ഷുഗറില്ല നിങ്ങൾ പറയുന്നല്ലേ അത് ഷുഗർ കണ്ടോ സത്യം പറഞ്ഞാൽ ഷുഗർ ഇത്ര ഏറിയിട്ടുണ്ട് ഒരു ടാബ്ലറ്റ് എടുക്കുന്നില്ല എനിക്ക് പറഞ്ഞ് മടുത്ത ആ ഒരു കാര്യത്തിൽ വീട്ടിൽ എപ്പോഴും ഫൈറ്റ് ആവുന്നുണ്ട് കേട്ടോ ദേഷ്യം പിടിക്കും ഒരു ടാബ്ലറ്റ് ഉമ്മ എടുക്കുന്നില്ല എന്താ ചെയ്യുക എത്ര അവർക്ക് പറയാൻ പറ്റും ഒരു ടാബ്ലറ്റ് എങ്ങനെ കുടിക്കുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് കണ്ടില്ലേ ഐസ്ക്രീം ഇപ്പം ഞാൻ കഴിപ്പിക്കാതെ കൂട്ടി പോയാലുണ്ടല്ലോ മൊയ്സിനെ ഇഷ്യൂനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ ഉമ്മാനെ എനിക്ക് പിടിച്ച് നിൽക്കാനേ പറ്റില്ല എൻ്റെ വായ തെറ്റി വന്നതാണ് ഐഡിയൽ ഐസ്ക്രീം പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് ആദ്യം കണ്ടില്ലേ ബില്ല് വന്നു 700 വലിയ ഐസ്ക്രീമാണ് കേട്ടോ ബട്ട് ക്വിക്ക് സർവീസാണ് അതാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത് ഒരു 10 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഐസ്ക്രീം തന്നു പിന്നെ പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് സോഡ സർബത്ത് എത്തിച്ച് തന്നു ക്വിക്ക് സർവീസ് അല്ല ಬೇಗ സർവീസ് അല്ല കൊടുത്തത് കൂട്ട് ಬೇಗല്ലേ എല്ലാം ഞാൻ പറഞ്ഞതല്ല പെട്ടെന്ന് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യണം പിന്നെ ഞാൻ അവിടെ ഇന്നല്ല 2 ഡേയ്സ് ബിഫോർ എൻ്റെ വ്ലോഗ് കണ്ടിട്ടുണ്ടാവല്ലോ അവിടെ കണ്ടില്ലേ എത്ര 3/4 മണിക്കൂർ നമ്മൾ ഫുഡിന് വേണ്ടി ഇരുന്നിട്ടുണ്ട് ഫൈനലിൽ ഞങ്ങൾക്ക് ഷവർമ കിട്ടിയിട്ടേ ഇല്ല ഇതിൽക്ക് ഇവിടുത്തെ മറ്റേ ഐസ്ക്രീമൊക്കെ കൊണ്ടുപോയാലോ തീർച്ചയായിട്ടും മെഡിറ്റാവും ഫാമിലി പാക്ക് ഉണ്ടോ എന്ന് ചോദിക്കാം വേണം ഐസ്ക്രീം വേണ്ടല്ലേ മക്കൾക്ക് വെള്ളം അപ്പോൾ ഞങ്ങൾ അവർക്ക് ഗോബി മഞ്ചൂരിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഗോബി മഞ്ചൂരിയും പിന്നെ നല്ല ചായ വെക്കലുമ്മ കട്ടണോ ചായമ്മ
എന്തെങ്കിലും വയ്ക്കാൻ നോക്കി ഇൻഷാല്ലാ. അത് ബില്ലുമ്മ കൊടുക്കുന്നു. ഉഷാറാണ്, പഠിക്കണം കേട്ടോ. നമ്മളല്ല പാവങ്ങളാണ്. ആളൊന്ന് കഴിച്ചാലും ബില്ല് ഞാൻ കൊടുക്കുന്നത് ഞാനാണ്. ബില്ല് പറയില്ല, സംടൈംസ് കൊടുക്കും കേട്ടോ. ഉള്ളപ്പോൾ കൊടുക്കും, കൊതിയോ ആഗ്രഹിച്ചിട്ടൊന്നും ഇരിക്കില്ല. ഇല്ലാത്തപ്പോൾ മിണ്ടാതിരിക്കും, ഞാൻ തന്നെ കൊടുക്കും. ഉള്ളപ്പോൾ ഉമ്മ തന്നെ പറയും ബാബാ എവിടെയെങ്കിലും പോകുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കാലിയായിരിക്കും. എൻ്റെ കയ്യിൽ കാലിയായിരിക്കും. ഉള്ളപ്പോൾ ഞാൻ വിളിക്കും ബാബാ പോവാന്നുള്ളത്. രണ്ടാളെ കയ്യിലില്ലെങ്കിൽ ഒന്ന് ദേഷ്യം വെച്ച് വരും. തിന്നാണൊന്നില്ലല്ലോ പറഞ്ഞല്ലല്ലോ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഞാക്ക് ചോദിക്കുന്നു മഴ എന്തിനാ ആൾക്കാർ നിപ്പിക്കുന്ന എന്തിനാ വണ്ടിന്ന് എനിക്ക് തന്നെ അറിയില്ല. നിപ്പിക്കുന്നുണ്ട് പക്ഷെ പോവില്ല എന്ന്. ചേട്ടൻ വരെ നമ്മൾ റിക്ഷയിൽ പോവായിരുന്നു. പൊട്ടത്തറ കാണിച്ചു ഞങ്ങൾ. ഒരു 10 രൂപ കൊടുത്ത് 20 രൂപ കൊടുത്തിട്ട് അവിടെ പോവായിരുന്നു. ഉമ്മാക്ക് പിന്നെ റിക്ഷയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ഭയങ്കര സാഡാണ് കേട്ടോ. പൈസ റിക്ഷയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടാണെന്ന് നടപ്പുണ്ടാവില്ല. ഞാൻ വെറുതെ വണ്ടിക്ക് ബസ്സിൽ കൈ കാണിച്ചതാണ്. വെറുതെ കാണിച്ചത് ബസ് നിപ്പിക്കുമെന്നുള്ളത്. പക്ഷെ ബസ് നിപ്പിച്ചോ സന്തോഷമായി. ബസ് സ്റ്റാൻഡല്ലല്ലോ, ബസ് സ്റ്റാൻഡ് അവിടെ മുമ്പ് പോകണം. എടുക്കണം അപ്പം നമ്മൾക്ക് 2 മിനിറ്റ് മടങ്ങി വിടുക. റിക്ഷയ്ക്ക് പോവാം. അതാണുള്ളത്. എത്രയോ ദിവസം 2 മാസത്തിൽ കഴിഞ്ഞ ശേഷമായിട്ട് ഞങ്ങൾ ബസ് യാത്ര കഴിഞ്ഞിട്ട്. അല്ല, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത്. ഒരുപാടായി. ഒരുപാട് വ്യക്തികൾ ബസ് യാത്ര ചെയ്യുന്നത്. പിന്നെ എന്താ മസാല കറണ്ട് പിന്നെ ഉമ്മാണ്ടിക്ക് കുറിക്കാൻ എപ്പോഴും കുറിക്കാണ്. പിന്നെ ദ്രാക്ഷി ഉമ്മ തരക്കാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ വെജിറ്റബിൾ ഫ്രൂട്ട്സ്. വെജിറ്റബിൾ വേണ്ട, ഫ്രൂട്ട്സ് വെച്ചത് ഫുഡ് മാർട്ടിലേക്കാണ് കേട്ടോ. എനിക്ക് കട്ടിത്തയർ വേണം. പിന്നെ ഒരു മറ്റേ അണാറല്ല മറ്റേ എന്താ പറയുക പുണാർപ്പുലിൻ്റെ തൊലി വേണം കേട്ടോ. കാരണം അത് പെട്ടെന്നാണ് എനിക്ക് തലക്കറക്കൊക്കെ വരുന്ന സമയത്ത് അതൊരു സർബത്താക്കി കുടിക്കാൻ വളരെ നല്ലതാണ്. രാത്രി വെള്ളത്തിലിട്ടിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ജ്യൂസ് വെച്ച് കുടിക്കുക. ഫുള്ള് ടയർഡ് അയക്കുന്നുണ്ട്. ഉമ്മാനോട് പറഞ്ഞു അവിടെ നിൽക്കും, ഞാൻ പെട്ടെന്ന് പോയിട്ട് പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാനോട് നിപ്പിച്ച് വന്നത്. ഇനി ഉമ്മാനും കൂട്ടി വരുമ്പോൾ ഉമ്മാൻ 1 കിലോമീറ്റർ ഉമ്മ ബാക്കിലുണ്ടാവും നടക്കുമ്പോൾ. അത്ര സ്ലോ ആണ് ഉമ്മ നടക്കുന്നത്. ഈ ഒരു ഷോപ്പിൽ മാത്രം ഉണ്ടാവില്ല, വേറെ എവിടെ ഇല്ല. ഇതാണ് സംഭവം. ഇവിടെ തന്നെ തപ്പി വരണം. 2 സാധനം കിട്ടട്ടെ ഇവിടുന്ന്. പിന്നെ നേരെ വീട്ടിലേക്ക് പയണം. നോക്കാം, ഉമ്മ അവിടെ കാത്തിരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് ചായ വെച്ചിട്ട് കുട്ടികൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ കൊടുക്കണം, അവർക്കൊരു സന്തോഷപ്പെടുത്തണം. പിന്നെ മൊയ്സ് പറഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്, മേ ബി ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ മൊയ്സിനും ചോപ്പിനെ വർക്കാന്നുള്ളത്. ഓക്കെ, അവിടെ പോയിട്ട് കാണാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തലയിലൊക്കെ കുട്ടികളെ കാര്യമായിട്ടുണ്ട്. വണ്ടിയൊക്കെ എത്രയൊക്കെ ഫ്രീ ആണ്. ഒരേ ഒരു വണ്ടിയില്ല. ഈ ടൈമിൽ ട്രാവൽ ചെയ്യണം. പക്ഷേ ഈവനിങ് 6 മണിയാകുമ്പോൾ തുടങ്ങും കഴിച്ച്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ട്രാഫിക്കാണ്. ഫൈനലി ഉമ്മ ഉള്ള സ്ഥലത്ത് ഞാനും എത്തി. പോലെ കഞ്ചൂസ് വേലാണ് ഇന്ന് 10th മൈൽ വരെ റിക്ഷയിലാണ് പോകുന്നത്. ആഫ്റ്റർ എ ലോങ് ടൈമാണ് കേട്ടോ നമ്മൾ റിക്ഷയിൽ 50 രൂപ കൊടുത്ത് റിക്ഷയ്ക്ക് പോകുന്നത്. കഞ്ചൂസ് നോക്കുന്നു. ഉമ്മക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ റിക്ഷയ്ക്ക് പൈസ കൊടുക്കുന്നത്. വേറെ ഒന്നിനും പ്രശ്നമില്ല, റിക്ഷയ്ക്ക് പൈസ കൊടുക്കാൻ പാടില്ല. ഫൈനൽ ഞങ്ങൾ വീട്ടിലെത്തി ഗായ്സ്. ഫുള്ള് ടയർഡായിട്ട് വന്നത്. സാധനമൊക്കെ വാങ്ങിയിട്ട് ഉമ്മയുടെ ബാക്കിൽ വരുന്നുണ്ട്. ഒന്ന് വാറിലെടുത്താൽ മതിയായിരുന്നു. Hey, open the door. What are you doing there? Hello. ായിട്ട് വരുന്നല്ലേ വെയിലൊന്ന് പറഞ്ഞാലുണ്ടല്ലോ. 6 പോലി വെയിലത്ത് ഇതാ കണ്ടില്ലേ വേർക്കുന്നത് സ്കിന്നോ. ആ അപ്പൊ നീ എങ്കിലും വന്നിട്ട് വാതിലെടുക്കണ്ട ഇഷോ പോയിട്ടില്ലല്ലേ. സർവീസിൻ്റെ ആൾക്കാരെ ഫോൺ വന്നിട്ടോ കാർ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങൾ കാറ് എടുക്കാൻ വേണ്ടി പോവാണ്. മാസ്ക് ഇട്ടതൊന്നും നോക്കണ്ട, ഇത് നോക്കാം. ടൈം 6 o'clock. ആക്റ്റീവ് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആക്റ്റീവ് കൊണ്ടുപോയിട്ട് എപ്പോഴാണ് തിരിച്ച് കൊണ്ടുവരാൻ ടൈം എടുക്കൂലേ. പിന്നെ തിരിച്ച് കൊണ്ടുവരാൻ അവിടെ വയ്ക്കണം.
നാളെ രാവിലെ വീണ്ടും പോകണം. അതിനാണ് ബെറ്റർ റിക്ഷയിൽ പോയിട്ട് രണ്ടാളും ഞാനും റിക്ഷയിൽ പോയിട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാമായിരുന്നു. മടിയാണ് ബീച്ച് പോകുന്നത്. ബീച്ച് നിൽക്കുമെന്ന് അറിയില്ല. ബീച്ച് റോഡിലെത്തിയട്ടാ, BC റോഡ് ഇതാണേട്ടാ ബീച്ച് റോഡ്. ഇപ്പം അപ്പുറം കടന്ന് പോകണം. ഇവിടെ നിന്ന് അപ്പുറമാണ് കടക്ക. കൈ പിടിച്ച് ഇതേപോലെയാ സംഭവം. ഞാൻ ഒറ്റൊക്കെ പോകുന്നു. പിന്നെ എൻ്റെ കൈ പിടിച്ച് എന്തൊക്കെ അവള് മിൽക്ക് വേണം, അവള് മിൽക്ക് സുന്ദര കുട്ടപ്പണാക്കി വെച്ചിരിക്കണം കേട്ടോ. വാഷൊക്കെ ചെയ്തിട്ട് അങ്ങനെ കൊടു വന്ന് ഈ വണ്ടി വില ആയില്ല. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നില്ല, ഫുൾ വെറ്റ് വാഷ് ആക്കി. ബാക്കിലെല്ലാം നോക്ക്, അതിലാണ് ഞാൻ വാഷിന് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ വാഷിക്ക് വന്നിട്ട് മെയിൻ കൊടുക്കാൻ റീസൺ ഇതാണ്. കാരണം അവർ ഫുള്ള് വെറ്റ് വാഷ് ആക്കിയിട്ട് ഉള്ളിലൊക്കെ പുതിയ വണ്ടി വിലാക്കി തരും. നമ്മൾ വാഷ് ചെയ്താൽ അത്രയൊന്നുണ്ട്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.